ഒരു പട്ടുകോട്ട്. എന്നെ എന്തിനാണ് ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത്? എവിടെയാണ് ഞാൻ? മര്യാദയ്ക്ക് അഴിച്ചുവിട്. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പറ. നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയല്ലേ? നിങ്ങളാ റെസ്പെക്ട് തന്നെ എന്നെ അന്യനാക്കുകയാണോ? ശരി, എന്ത് തെറ്റാണ് പറയാമോ? ചുംബിച്ചില്ലേ? അത് ശരിയാ. അതിനു മുമ്പ് നിങ്ങൾ എന്താണ് ചെയ്തത്? ഞാനെന്താ ചെയ്തെന്ന് പറ. അന്ന് കോളേജിൽ ബോബിയും കൂട്ടനെ അടിച്ചിട്ട ഉടനെ കുട്ടി എന്താണ് ചെയ്തത്? സ്റ്റൈലായിട്ട് നടന്നു വന്നിട്ട് ബൈക്കിൽ കയറിയിരുന്നു. ഞാനാണോ കയറാൻ പറഞ്ഞേ? താങ്കളല്ലേ കയറിയത്? താങ്കളുടെ മനസ്സിൽ ഒരു ദുരുദ്ദേശം ഇല്ലെങ്കിൽ എന്തിനാണ് കയറിയത്? അത് പോട്ടെ, അത് സുല്ല്. അന്ന് മുതൽ 2 ദിവസം ഇന്ത്യൻ നേറ്റിവിറ്റിയെ കുറിച്ച് അറിയണം നിന്റെ ബൈക്കിൽ കയറി നാട് മൊത്തം കറങ്ങിയിട്ട് നിന്റെ റൂമിൽ വിളിച്ചോണ്ട് പോയി ആഹാരം തന്നിട്ട് അവിടെ തന്നെ ഉറങ്ങണം നിർബന്ധിച്ചത് എന്തിനാ? അതും സുല്ല. ഓക്കെ, അതും സുല്ല്. അന്ന് ബോബി ഗാങ് നിങ്ങൾ റൗണ്ട് ചെയ്തപ്പോൾ താങ്കൾ അവരോട് എന്ത് പറഞ്ഞു? അവനെ കുറിച്ച് എനിക്കും എന്നെ കുറിച്ച് അവനും വളരെ നന്നായിട്ട് അറിയാം, ഞങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞോ ഇല്ല? അത് കേട്ടാൽ മൂക്കിന് താഴെ മീശ മുളച്ച ഏതൊരു പയ്യന്റെ മനസ്സിലും എന്ത് തോന്നും? ഇവിടെ അന്ന് രാത്രി നിന്നെ ഹോട്ടൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നിന്നെ കാണാൻ 12 മണിക്കൂർ ആകുമല്ലോ എന്ന വിഷമത്തിൽ ഞാൻ നിന്നെ കാണാൻ വന്നു. അപ്പൊ ദേണ്ട നീയോ അവിടെ. ഇതിനെ ഞാൻ എന്തർത്ഥത്തിൽ എടുക്കണം? അത് ഫ്രണ്ട്ഷിപ്പ്. എവിടെ പോയി ദേവ്? അത് ഫ്രണ്ട്ഷിപ്പ് ആണോടി? തന്നെ. പഴുവാളുടെ മോളെ ഒറ്റ കൂത്ത്. നീ എന്റെ ഫ്രണ്ടിന്റെ സിസ്റ്ററോ ഫ്രണ്ടിന്റെ ലവറോ ഒന്നും അല്ലല്ലോ. രക്തബന്ധം ഇല്ലാത്ത ഒരു പ്രായപൂർത്തിയായ പെണ്ണ് ഒരു പയ്യന്റെ ബൈക്കിൽ തൊട്ടുരുമി യാത്ര ചെയ്യുമ്പോൾ അവളുടെ സ്പർശം എന്തിനാ? അവളുടെ മണം അടിച്ചാൽ മതി. ഉപ്പും മുളകും കൂട്ടി കഴിക്കുന്ന പയ്യന്മാരുടെ രക്തം തിളതളാൻ തിളയ്ക്കും. എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായില്ല അല്ലേ? നില ഇപ്പൊ മനസ്സിലാക്കി തരാം. ഒരു പയ്യൻ ഓട്ടിക്കുന്ന ബൈക്കിന്റെ പിറകെ കയറിയിരുന്ന് അങ്ങോട്ടൊരു കാല് ഇങ്ങോട്ടൊരു കാല് എന്നിട്ട് ഞെളിഞ്ഞൊരു ഇരുത്തം. പിന്നെ അവന്റെ ഇടുപ്പിൽ കൂടെ ഇങ്ങനെ കൈയിട്ട് മുറുക്ക് ഒരു പിടുത്തം. ദേ ഒരു ഘട്ടം സഡൻ ബ്രേക്ക്. ഫീലിംഗ് കണ്ട? ഇത് തന്നെ. ഇതിന്റെ പേരാണോ ഫ്രണ്ട്ഷിപ്പ്? ഇത് നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, ഞങ്ങൾക്ക് അങ്ങനെയല്ല. നിങ്ങൾക്കൊരു സൂക്കേടുണ്ട്. കൂടെ ചേർന്ന് പാർക്ക്, ബീച്ച്, ഹോട്ടൽ എന്ന് കറങ്ങും. അവസാനമാകുമ്പോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയും. ഇതൊന്നും നമുക്കറിയില്ല. മനസ്സിൽ എന്ത് തോന്നുന്നത് പറയും, ചെയ്യാൻ തോന്നുന്നത് ചെയ്യും. ശരാ, മനസ്സിലെ കാര്യം പറയാൻ വന്നപ്പോ മഴ വന്നു, മരത്തിന്റെ ചോട്ടിൽ പോയി ഒതുങ്ങി നിന്നു, നീ എന്നെ കെട്ടിപ്പിടിച്ചു, എനിക്കൊരു മാതിരിയായി ഞാൻ നിന്നെ ചുംബിച്ചു. അതിലെന്താ? ഓക്കെ, ഇനി നോ മോർ എക്സ്പ്ലനേഷൻസ്. നിന്നെ ഇവിടെ എന്തിനാണോ കടത്തിക്കൊണ്ടുവന്നത് അത് ചെയ്യാൻ പോവാ. അതെ ബാനു, എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അമേരിക്കയിൽ ജനിച്ചു വളർന്നിട്ടും ഞാനൊന്ന് ചുംബിച്ചതിന് ഒറ്റ അടി വെച്ച് തന്നില്ലേ, അതെനിക്കിഷ്ടമായി. ആ കെട്ടത്ര മുറുക്കി കെട്ടിയിട്ടില്ല, വെറുതെ ചുറ്റി വെച്ചിട്ടേ ഉള്ളൂ. ഒന്ന് വലിച്ചാൽ മതി, മൊത്തം ഊരിപ്പോവും. പോ മോളെ.